സ്പെഷ്യൽ മസാലയില്ലേ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല മൊരിച്ചെടുത്തിട്ടുള്ള ബീഫ് ഫ്രൈ. പറയുമ്പോൾ തന്നെ എന്താണെന്നറിയാമോ, ഒരു ടേസ്റ്റ് വായിൽ വെള്ളം തന്നെയാണ്. ആ ഒരു ബീഫും അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കിലോ ബീഫാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു ബീഫ് കഴുകി ഊറ്റപ്പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെയൊക്കെയാണ് എടുത്തേക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് മറ്റേ പച്ചമല്ലിയും അതേപോലെ തന്നെ പെരിഞ്ജീരകവും ഇച്ചിരിക്കോളം നല്ല ജീരകവും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പീസ് പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു ചെറിയ ഗ്രാമ്പൂ കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ കരിയാതെ നോക്കണം കേട്ടോ. ഇനി ഇത് വറുത്ത് വന്നപ്പോഴേക്കും നമുക്ക് എരിവിന് വേണ്ടിയിട്ടേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു മസാല മാത്രമല്ല കേട്ടോ നമ്മൾ ചേർക്കണം ബീഫിൽ, വേറെയും മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. ഇനി നമ്മളുടെ ബീഫ് കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളില്ലേ മുളക് പൊടി ചേർത്ത് കൊടുക്കും. നേരത്തെ മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ട് തന്നെ ഇതിലും കുറച്ചിടണുള്ളൂ. പിന്നെ ഗരം മസാലപ്പൊടി, ഗരം മസാല അല്ല കേട്ടോ, മീറ്റ് മസാല. പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതേപോലെ തന്നെ സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് ഫ്രൈയുടെയൊക്കെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഈ തക്കാളി സവാളയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ ചീത്തായി പോകുമെന്ന്. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. ബീഫ് ഫ്രൈ ഒന്നും ചീത്താകിയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീത്തയായിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഈ ഒരു ബീഫ് ഫ്രൈ അല്ല ബീഫ് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ നല്ലോണം യോജിച്ച് കിട്ടുന്ന വിധത്തിൽ കുഴച്ചെടുക്കണം. ഞാനിതൊരു കുറച്ച് സമയം കൂടെ കുഴച്ചെടുത്തിട്ടാ. അപ്പം മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബീഫ് ഇളയതാണെങ്കിൽ 2 വിസിലും മൂത്ത ബീഫാണെങ്കിൽ ഒരു 5-6 വിസിലൊക്കെ അടുപ്പിക്കട്ടെ. അപ്പം നമുക്ക് കിട്ടിയത് നല്ല മൂത്ത ബീഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5-6 വിസിലിന് ശേഷം ഉണ്ടാ ഇത് തുറന്ന് നോക്കണത്. നോക്കുമ്പോഴില്ലേ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്താണ് ഗോദാവരി വെള്ളം പോലെയാണ് ഇതിൽ വെള്ളമുള്ളത്. നമ്മളൊട്ടും വെള്ളം ചേർത്തില്ലെങ്കിലും എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇതില്ലേ വറ്റിച്ചിട്ടല്ലേ ഫ്രൈ ആക്കി എടുക്കണത്. അപ്പം ഞാൻ എന്തെയ്തു നേരെ തന്നെ ഇത് ഉരുളയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമാണെന്നും പറഞ്ഞുകൊണ്ടും ആരും ഈ ഒരു ചാറൊന്നും മാറ്റിക്കളയല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പം ഞാനിത് അടപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാൻ പോണേണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നല്ല പച്ച തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഒന്നും വെക്കാതെ അപ്പം പൊട്ടിച്ച തേങ്ങയില്ലേ, അതങ്ങനെ എടുത്തിട്ട് അതരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, അതായത് 2 സവാള അരിഞ്ഞത്. അപ്പോൾ കൈ കൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി കൊടുക്കണത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് കാണുന്നവരെല്ലാവരും വിചാരിക്കും ഈ സവാളയൊക്കെ വഴറ്റാണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ ചീത്തായി പോകുന്നു. ഒരിക്കലും ഇല്ല. നമ്മൾ ഇങ്ങനെ ഒരു ബീഫ് ഫ്രൈയുടെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ചേച്ചി നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കുറേ ദിവസം ആ ചേച്ചിയൊക്കെ വെച്ച് കൂട്ടിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല ഇല്ലേ വറുത്ത് വെച്ചത്, അതൊന്ന് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കുരുമുളക് ഇട്ടിട്ട് വറുത്തെടുക്കാം. പക്ഷേ ഞാൻ കുരുമുളക് അങ്ങനെ മേടിച്ച് വെക്കാറില്ല, കുരുമുളക് പൊടിയാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇതിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പറഞ്ഞും പിടിച്ചും വന്നപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതോടെ തന്നെ നമ്മുടെ സവാളയില്ലേ, സവാളയൊക്കെ വഴണ്ട് നന്നായിട്ട് ബീഫിലേക്ക് യോജിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകവും ഇട്ട് കൊടുത്ത് ഈ ബീഫൊക്കെ വെള്ളമൊക്കെ വറ്റി കുറച്ച് ഡ്രൈ ആയി കിട്ടിയപ്പോൾ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്. ആദ്യമേ തന്നെ ഒന്നും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടുപെടേണ്ടി വരും കേട്ടോ. പാടുപെടണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല,
വെള്ളമൊക്കെ ഉണ്ട് എന്തായാലും ബീഫ് വേവിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് വറ്റിച്ച് അതേപോലെ തന്നെ വരട്ടി എടുത്ത് പിന്നെ അത് ഫ്രൈ ആക്കി എടുത്ത് വരുമ്പോൾ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും. ക്ഷമയോട് ചെയ്താൽ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് വരട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കാതെ വരട്ടിയായിട്ട് കൊടുക്കുക. പിന്നെ ഫ്രൈ ആണെങ്കിൽ കുറച്ചും കൂടി ഇതേപോലെ ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ഫ്രൈ ആക്കിയാണ് എടുത്തേക്കണത്. കണ്ട, കുറേ സമയത്തിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫ്രൈ ആയി കിട്ടിയത്. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കോടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടുകാരെ. നാളെ നല്ല വീഡിയോ ഇട്ട് നല്ല റെസിപ്പി ആയിട്ട് ഓടി എത്താട്ടാ. അയ്യോ, ഒരു കാര്യം മറന്നു കേട്ടോ, നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.